യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് നടക്കില്ലല്ലോ അങ്ങളെ. കോടതി നിന്ന് അനുമതി വാങ്ങിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കോടതി ഇവളെ നിന്റെ കൂടെ അയച്ചതേ ചികിത്സിച്ച് ഭേദമാക്കാനാ, അല്ലാതെ അടിച്ചു പദം വരുത്താനല്ല. ആ കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ചിലപ്പോ 2 പേട കൊടുക്കേണ്ടി വരും. ഞാൻ നിന്നോട് സംസാരിക്കാനില്ല. അങ്കിൾ എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ മറുപടി ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ കോടതിയിൽ പോണം. നീ വെല്ലുവിളിക്കാണല്ലേ? സത്യം എന്റെ കൂടെ ഉള്ളപ്പോ വെല്ലുവിളിക്കുന്നതിൽ എന്താ തെറ്റ്? നോക്കിക്കോ, നീ ഇതിന് കണക്ക് പറഞ്ഞിരിക്കും. ഓ ശരി, സമ്മതിച്ചു. അച്ഛാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ഞാനിനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. അയ്യോ നന്ദാ, പോവാണോ? ഇവളെ കൂടി കൊണ്ടുപോകോരെ, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി ഇവളെ തല്ലിക്കൊല്ലും. അമ്മ, ഞാനിനി വരുന്നത് കോടതി ഉത്തരവും പോലീസ് പ്രൊട്ടക്ഷനോടും കൂടി ആയിരിക്കും. നോക്കൂ, കൊല്ലാനും ബോംബ് വയ്ക്കാനും കണ്ണു കളയാനും ഒക്കെ അറിയാവുന്നത് അച്ഛമ്മയുടെ ഇപ്പോഴത്തെ ഈ കള്ളിയായ പേരക്കുട്ടിക്കാ. ഞങ്ങൾക്കത് വശമില്ല. അറിയാവുന്നത് ഒന്നേ ഉള്ളൂ, നല്ല ചുട്ടാടി. അത് ഞാൻ വെടിപ്പായിട്ട് ഇവക്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടി വന്നാ ഇനിയും തല്ലും. ഇവക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആകെ ഒരു ബഹുമാനം ഇല്ലല്ലോ. ഒന്നുമില്ല ചേട്ടാ. അത് നോണ. നന്ദനങ്ങൾ വന്ന് പോയതിനു ശേഷം തന്റെ മുഖത്ത് വലിയ സങ്കടമുണ്ടല്ലോ. അച്ഛനോട് ഇത്തിരി ദേഷ്യത്തിൽ പെരുമാറിയല്ലേ ഞാൻ? ഇങ്ങോട്ട് സംസാരിച്ച രീതിക്ക് മറുപടിയല്ലേ താൻ കൊടുത്തുള്ളൂ. എന്നാലും കഴിഞ്ഞ 10-22 വർഷമായിട്ട് മകളെയും ഭാര്യ അന്വേഷിച്ചില്ലല്ലോ എന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല. അതാണല്ലോ ശരി. അനിയൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിച്ചിരിക്കുന്നതിന് പകരം സ്വയം ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ആ അത് പോട്ടെ. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കാനല്ലേ നന്ദനങ്ങളുടെ ഇഷ്ടം? ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും അച്ഛമ്മയും തന്റെ അച്ഛനും പ്രിയെ തന്നെ വിശ്വസിക്കുന്ന കണ്ടില്ലേ? ഇത്രയും കാലം അച്ഛനമ്മയെ ഞാൻ എന്തുമാത്രം മിസ് ചെയ്തു. അതിന്റെ പകയല്ലേ താനിന്ന് പ്രിയോട് തീർത്തത്? എന്തൊരു അടിയായിരുന്നോടോ താനിന്ന് അടിച്ചത്? അവളെ തല്ലണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ആ പക്ഷെ വന്നു കയറിയപ്പോ അവൾ കിട്ടി ചാർത്തി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ? അച്ഛമ്മയാണ് ശരിക്കും ഞെട്ടിപ്പോയത്. തന്റെ ഇത്രയും പരുക്കനായൊരു മുഖം ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. താൻ ആദ്യമായിട്ട് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് വെച്ചതാ. അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടോ, തന്റെ അടി കൊണ്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? അത് ഓർക്കണ്ടേ താൻ? പറ്റട്ടെ. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? പ്രിയക്ക് എന്തെങ്കിലും പറ്റുന്നോണ്ടല്ല. അതിന്റെ ശിക്ഷയും വാങ്ങി താൻ അകത്ത് പോയി കിടക്കണ്ടേ? അത് ഞങ്ങള് സഹിക്കണ്ടേ? അരുണ ആന്റിയെ കോടതി വെറുതെ വിടുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതുവരെ താനാണ് അനുമോൾ എന്നുള്ള സത്യം നമ്മളൊന്ന് മറച്ചു വയ്ക്കുന്നു. ഇത്രയും കാലം താനായി അഭിനയിച്ചതിനുള്ള ശിക്ഷ ഒരു ദിവസം കൊണ്ട് അവൾക്ക് കൊടുത്തു തീർത്താ പോരാ. ഇഞ്ചിഞ്ചായിട്ട് വേണം അവസാനിപ്പിക്കാൻ. അമ്മ വന്ന് സത്യം പറഞ്ഞാൽ പോലും അച്ഛമ്മ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും പറയും ഓർമ്മയില്ലാത്ത അമ്മയെ നമ്മൾ തെറ്റായി സ്വാധീനിച്ചാണെന്ന്. അതിനൊക്കെ ശാസ്ത്രീയമായ വഴികളില്ലടോ, നമുക്ക് ശരിയാക്കാവുന്നേ. ഒരിക്കൽ ശാസ്ത്രീയമായ വഴി നോക്കിയതല്ലേ, എന്നിട്ട് എന്തായി? അന്ന് നടന്നത് എന്താണെന്ന് എനിക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പൂജ. എന്ത്? അന്ന് ആശുപത്രിയിൽ വെച്ച് എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. സെൻട്രൽ ലാബിലേക്ക് അയച്ച സാമ്പിളിൽ എന്തോ ഒരു വലിയ തിരിമറി നടന്നിട്ടുണ്ട്.
അതാണ് സത്യം. ആ, അത് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇനി എന്തിനാ എന്റെ ആവശ്യം? ആന്റി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരോട് ബോധിപ്പിക്കാനാ? എന്നിട്ടും അച്ഛമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയടോ. ആ, അല്ല, അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും ആരായിരിക്കും? അന്ന് വന്ന ആ പാറവിള പവിത്രനില്ലേ, അയാള് തന്നെ ആയിരിക്കും അവളുടെ അച്ഛൻ? ഏയ്, സാധ്യതയില്ല. കാര്യം ഇത്തിരി തരികടയും കള്ളത്തരവും ഒക്കെ ഉണ്ടെങ്കിലും പവിത്രന് ഇവളുടെ അത്രയും വിഷമില്ല. പ്രിയയുടെ ഉള്ളിലുള്ളത് ഒരു പിശാചിന്റെ മനസ്സാണ്. പവിത്രന് മനുഷ്യപ്പറ്റുണ്ട്. അയാളെ പോലെ ഒരാൾക്ക് ഇവളെ പോലൊരു മകള് ജനിക്കില്ല. താൻ നോക്കിക്കോ, സാക്ഷിയുടെയും തേജയുടെയും കൊലപാതകത്തിന്റെ പേരിൽ ഞാൻ അവൾക്ക് ജീവപര്യന്തം തന്നെ വാങ്ങിക്കൊടുക്കും. തന്നോട് ചെയ്ത മുഴുവൻ തെറ്റുകളുടെയും കണക്ക് അവള് ജയിലിൽ കിടന്ന് തീർക്കട്ടെ. എല്ലാ പകയും കണക്കും തീർത്തു കഴിഞ്ഞ് നമുക്ക് മാത്രമായിട്ടൊരു ജീവിതം ഇനി എന്നാ ഉണ്ടാവുക ചേട്ടാ? ഇനിയും അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, ഉറപ്പ്. മാതിരി മോളെ, ഇന്ന് രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങും. അതെന്താ കനകേച്ചി ഇന്നലെ ഒരു പ്രത്യേകത? ഇന്നല്ലേ ഈ വീട്ടിൽ ശരിക്കും വിഷുവും ദീപാവലിയും ഒന്നിച്ചു വന്നത്. എന്തൊരു പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടുന്ന പോലല്ലായിരുന്നു അടി. കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം മുറിക്ക് പുറത്തു വരെ കേൾക്കായിരുന്നു. ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞേ ആ പാവം പെണ്ണിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചാലേ പ്രിയക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ പൂജമോൾ ഉത്തരം പറയേണ്ടി വരും. എന്ത് സംഭവിക്കാനാ മോളെ? നല്ല കാണ്ടാമൃഗത്തിന്റെ തൊലിയല്ലേ. തല്ലി തല്ലി പൂജമോളുടെ കൈ വേദനിച്ചു കാണും. എന്നാലും ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രമുള്ള ധൈര്യം പൂജമൊക്കെ എങ്ങനെ ഉണ്ടായെന്നാ ഞാനും അതാ ആലോചിക്കുന്നേ. അരുണിമ ചേച്ചി കാണാൻ പോയതാ രണ്ടാളും കൂടി. തിരിച്ചു വരുമ്പോ ഇത്രത്തോളം പ്രകോപനം ഉണ്ടാവാൻ മാത്രം എന്താണാവോ ഉണ്ടായത്? എന്തായാലും കാണാൻ നല്ല ചേലായിരുന്നു. കുഞ്ഞു മഹേശ്വരി അമ്മയുടെ മുന്നിൽ നിന്ന് ചീറുകല്ലായിരുന്നോ? സത്യം പറയാലോ മാതിരിമോളെ, ദേവി കാളിരൂപം പ്രാപിച്ച പോലെ തോന്നി. എനിക്ക് വരെ പേടിയായി. അങ്ങനൊന്നും പതിവില്ലാത്തതാ എന്റെ കുട്ടിക്ക്. എന്തു പറ്റിയതാവോ? എന്തു പറ്റാൻ? അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതത് തന്നെ. സഹിച്ച് സഹിച്ച് പൂജമോക്ക് വയ്യാണ്ടായിട്ടാ. ഇപ്പൊ പൂജമൊക്കൊരാവേശമൊക്കെ വന്നു. ഇതുപോലെ അങ്ങ് നിന്ന് ആരും മെക്കിട്ട് കയറാൻ വരില്ല. ദേ, ഇനി നിങ്ങളെല്ലാവരും കൂടെ ഉപദേശിച്ച് ആ പാവത്തിനെ തണുപ്പിക്കാൻ നിൽക്കണ്ട. പൂജമോളോട് കാണിച്ചുള്ള പലിശ പോലും ഇപ്പോഴും ആ പ്രിയക്ക് കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടട്ടെ നല്ല തല്ല്. കനകേച്ചി ശ്രദ്ധിച്ചോന്നറിയില്ല, പതിവില്ലാത്തൊരു അധികാരഭാവം പൂജയുടെ സംസാരത്തിലുണ്ടായിരുന്നു. അവൾ ഇങ്ങനൊന്നും അമ്മയുടെ മുമ്പിൽ വെച്ച് പറയാത്തതല്ലേ. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അങ്ങനെയുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി. മാധുരിമോൾ ഇരിക്കും പോലെ നനഞ്ഞ പടക്കമായി എല്ലാം സഹിക്കാൻ പൂജമോക്ക് കഴിയത്തില്ലെന്ന് എല്ലാവരും അറിയട്ടെ. ഇത്തിരി അധികാരം കാണിക്കുന്നത് നല്ലത് തന്നെ. വെറുതെ ഉപദേശിച്ച് തിരുത്താൻ നിക്കല്ലേ. ഒന്നോർത്ത ചേച്ചി പറയുന്നത് ശരിയാ. എനിക്കോ ഇതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കാലം അല്ലല്ലോ. പുതിയ കുട്ടികൾ സഹികെട്ട് പ്രതികരിക്കുന്നതായിരിക്കും അല്ലേ? ഇതത് തന്നെ. ഇന്നത്തെ പ്രകടനം കണ്ടിട്ട് ഈ ആവേശം പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രിയയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടേ പൂജമോൾ അടങ്ങൂ. ഈ ആവേശത്തിന്റെ പിന്നിലെ മറ്റെന്തോ രഹസ്യം ഉണ്ടോന്നാ എന്റെ സംശയം. എന്തായാലും പൂജമോളുടെ പുതിയ യുദ്ധമുറകൾ മഹേശ്വരി അമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ, അനുക്കുട്ടിക്ക് വർത്തമാനം പറയാനും നടക്കാനും കഴിയുന്നില്ലെന്നേ ഉള്ളൂ. വേദനയെല്ലാം അറിയുന്നുണ്ട്, പാവം. നീ എന്ത് വർത്താനോ പറയുന്ന മധു? വേദന അറിയാതിരിക്കാൻ ഇവളെന്താ വല്ല മരമുട്ടിയാണോ? അല്ലമ്മേ, അങ്ങനെയായിരുന്നെങ്കിലും നല്ലതല്ലേന്ന് ഓർത്തിട്ടാ. അങ്ങനെ ആയാൽ ആളില്ലാതായെന്നാ അർത്ഥം.
ഇവക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റും, ശരീരത്തിൽ ചെയ്യുന്നതൊക്കെ അനുഭവിക്കാനും പറ്റും. തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഞാൻ പണി തരുന്നുണ്ട്, നോക്കിക്കോ. ഈ വീട് തന്നെ ഞാൻ ബോംബ് വെച്ച് ഇല്ലാതാക്കും. പാവം, അതിനെന്തൊക്കെയോ നമ്മളോട് പറയണമെന്നുണ്ട്, ഉള്ളി പറയുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ നമുക്കാവുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും എന്റെ അനുക്കുട്ടി, ഇങ്ങനെ അടികിട്ടാൻ മാത്രം നീ അവളെ എന്താ ചെയ്തത്? അത് നീ അനുമോളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പോയ അവളോട് ചോദിക്കേ. ശരിക്കും അതാ വേണ്ടത്. എന്തിനാ തല്ലിയെന്ന് പറയും വരം അവളെ ഇതുപോലെ തല്ലി നടു ഓടിക്കണം. എന്നാ വേഗം ചെല്ല്, അവള് നിന്ന് തരും. മോള് പോ. ഇനി അനുമോളുടെ നേർക്ക് ഇമാതിരി പരിപാടിയായിട്ട് വന്നാൽ ഈ മഹേശ്വരുടെ തനി ഗുണം നിങ്ങൾ മനസ്സിലാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ട മോളെ, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ കഴിയില്ല. വാ. മധു, അനുമോളെ മുറിയിലോട്ട് കൊണ്ടുപോവാ. അവന്റെയൊക്കെ ഒരു ഡോക്ടറും തെളിവെടുപ്പും ഒന്നും ഗതി പിടിക്കില്ല എന്ന് വന്നപ്പോ നാടകം കളിക്കാൻ ഇറങ്ങിയിരിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മഹേശ്വരിയെ കബളിപ്പിക്കാൻ ആരും നോക്കട്ട. മധു, നീ ആ വീൽ ചെയർ എടുത്തോണ്ട് വാ മോളെ, പതുക്കെ. എണ്ണീക്ക്. അല്ലെങ്കിൽ എന്തൊരു ക്രിമിനൽ മൈൻഡാണ് ആ പ്രിയയുടേതെന്ന് ഓർത്തു നോക്കി. ഓ, പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാ പെൺകുട്ടികളും ചെയ്യില്ല, പക്ഷെ പ്രിയ ചെയ്യുമേ. ഓ, എന്നാലും വല്ലാത്തൊരു മനസ്സ് വേണം ഇതിനൊക്കെ. ആരും അറിയാതെ ഡോക്ടറെ പോയി കാണുക, കൃത്രിമമായിട്ട് ഗർഭം ധരിക്കുക, അത് മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക. ഞാൻ പോലും എന്റെ മോനെ ഒരു വേള സംശയിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ശരിയമ്മേ, പക്ഷെ ഒരു കാര്യമുണ്ട്. എല്ലാവരും അഖിലിനെ സംശയിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോ എനിക്കും അജുവേട്ടന് ഉറപ്പുണ്ടായിരുന്നു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവന് സ്നേഹം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നമ്മേ. അവളോട് വിശ്വാസവഞ്ചന കാണിക്കാൻ അഖിലിനാവില്ല. പിന്നെ അമ്മയൊന്ന് ആലോചിച്ചു നോക്ക്, പ്രിയ ഇത് മാത്രമാണോ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? ഈ വീട്ടിൽ വന്നു കയറിയ ശേഷം അവൾ എന്തൊക്കെ ചെയ്തു, അതൊന്നും അമ്മ ആലോചിച്ചു നോക്കിയേ. 10-20 കൊല്ലം വളർത്തി വലുതാക്കിയ ഒരാളെ ചതിച്ച് ജയിലിലാക്കാൻ ശ്രമിച്ച അവക്ക് എന്താ കഴിയാത്തത്? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൾ അരുണിമാമയുടെ മകളാണെന്ന്? അരുണിമാമ അവളെ എന്തെങ്കിലും അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, ചേച്ചി എന്നോട് പറഞ്ഞത് അവളൊരു വലിയ നുണയാണെന്നാ. എത്ര പെട്ടെന്ന് അരുണിമാമയ്ക്ക് അത് മനസ്സിലായി. എന്നിട്ടും ഇവിടെയുള്ളവർക്ക് അത് തിരിഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്നോർത്താ. സ്നേഹസദനത്തിലെ കുട്ടികളില് അരുണിമാമയുടെ മകളായി പിറക്കാൻ ആർക്കാണാവോ ഭാഗ്യം ലഭിച്ചത്? അത് നീയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ, അല്ലേ മോളെ? അതിന് തക്ക പുണ്യൊന്നും ഞാൻ ചെയ്തിട്ടില്ലമ്മേ. എന്റെ കാര്യം പോട്ടെ, ഈ കാര്യം അഖിലിനെ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടത്. അച്ഛമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഡോക്ടർ പറഞ്ഞതാ സത്യം. അതെനിക്ക് ഉറപ്പാ മോളെ. നന്ദേട്ടനെങ്കിലും ഒന്ന് വിശ്വസിച്ചാ മതിയായിരുന്നു. ഒത്തുതീർപ്പിന് ചെന്ന അച്ഛനോട് സംസാരിച്ചു വെച്ച് നോക്കുമ്പോ അതിന് വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് പ്രിയ വീണില്ലേ, അത് ഉറപ്പായിട്ടും ആ ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടാ. അവളുടെ മനസ്സിന്റെ താളം ഇന്നത്തോടെ തെറ്റാൻ തുടങ്ങും. അജുവേട്ടൻ ആ ഡോക്ടറെ കോടതിയിൽ ഹാജരാക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവള് ചെയ്ത മുഴുവൻ തെറ്റുകളും ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോഴാ അവക്ക് ബോധക്കേടുണ്ടായത്. അപ്പോ അവളീ കാണിക്കുന്നത് നമ്മൾ സംശയിച്ചതുപോലെ നാടകം തന്നെയാണല്ലേ? അമ്മയ്ക്ക് ഇനി സംശയമാണോ? അല്ല മോളെ, ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റാത്തോണ്ടാ. ചില സമയത്തൊരു കൺഫ്യൂഷനാ. എന്നാ ഇനി കൺഫ്യൂഷൻ വേണ്ട. അവൾ എന്നെ നോക്കി ചിരിച്ച് കണ്ണടച്ച് കാണിച്ചത് ഞാൻ ശരിക്കും കണ്ടതാ. അവൾ എന്നോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. ഈ വീട്ടിലെ പലരും മറന്നിട്ടുണ്ടാവും. അതിനെല്ലാം അവൾ ഇവിടെ വെച്ച് എന്നെ മറുപടി പറയണം, ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. അമ്മയുണ്ട് എന്റെ മോളുടെ കൂടെ. വിഷം വെച്ചും പടക്കം തിരികെയും കണ്ണു കളഞ്ഞും നിന്നോട് കാണിച്ചു കൂട്ടിയതിനെല്ലാം അമ്മ കൊടുത്തോളാം മറുപടി. നീ എന്തെങ്കിലും ചെയ്താലല്ലേ തടയാൻ അമ്മയും മധുവൊക്കെ വരുള്ളൂ. എന്നോട് ആരാ എതിരിടാൻ വരുന്നതെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. മോള് വാ.
നീ എന്റെ മോനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മോശക്കാരനാക്കി. മറ്റുള്ളവർ അവനെ അപമാനിക്കുന്നത് ചീത്ത വിളിക്കുന്നത് കേട്ട് നീ രസിച്ചു. അത് മുഴുവൻ കണ്ട് ഞാൻ മിണ്ടാതെ നിന്നതേ തെറ്റിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അവന്റെ കയ്യിലുണ്ടെങ്കിൽ അതിനിരയായ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ നിൽക്കണമെന്നുള്ളത് കൊണ്ടാ. തുടക്കം എന്ന നിലയില് തൽക്കാലം നീ ഇത് പിടിക്ക്. മുതലും പലിശയും പിന്നാലെ വരുന്നുണ്ട്, കേട്ടോടി. അമ്മ വേണ്ട, അച്ഛമ്മ കണ്ടുവന്ന അത് മതി. നമുക്ക് പിന്നീട് ഒരു അവസരം കിട്ടും. വാ അമ്മേ, വരാനല്ലേ പറഞ്ഞേ. മോള് നോക്കിക്കോ, ഇവളുടെ അസുഖം മാറി ഇവളെ എത്രയും പെട്ടെന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ കോടതിയിലല്ല, ഇവിടെ വെച്ച് തീരുമാനിക്കുക ഇവളെ എന്തു വേണമെന്ന്. നീ ചെയ്ത ഓരോ കൊള്ളരുതായ്മയ്ക്കും നിശബ്ദമായിട്ട് സഹിച്ചോളാം ഞാൻ. എന്റെ മക്കളെ മരുമക്കളെ ഒക്കെ കുറെ നീ ദ്രോഹിച്ചു. ഇനി നിന്നെ കൊന്നുകളയാൻ എനിക്ക് മടിയില്ല, കേട്ടോ. അമ്മേ വേണ്ട, മതിന്ന് അമ്മേ, മതി. വാ. എന്തെങ്കിലും ഉടനെ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ തല്ലി കൊള്ളുന്നതിലും ഭേദം ഇവിടെ നിന്ന് പുറത്ത് കടക്കുന്നതാ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്നതിന് മുമ്പേ സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്തണം. ഈ വീട്ടിൽ ഇനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്കിളെ, അങ്കിൾ, അങ്കിളെ, അങ്കിളെ. എന്താ? നന്ദനങ്ങളില്ലേ? എന്തു വേണം? താനും ആ പെരിങ്കള്ളി പ്രിയയും ചേർന്ന് നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നേരിക്കണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. എന്താ വേണ്ടേ? അർജുൻ, അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ആകെ വിഷമിച്ചിരിക്കുക. വിഷമിക്കട്ടെ. ഇത്രയും കാലം പാലൂട്ടി വളർത്തിയത് കൊടിയ വിഷപ്പാമ്പിനെയാണല്ലോ എന്ന് ഓർത്ത് ഇത്തിരി കൂടി വിഷമിക്കട്ടെ. ആരാ ശങ്കരേ? ഞാനാങ്ങളെ. പുതിയ എന്തോ കള്ളത്തരവായിട്ട് വന്നിരിക്കുക ഏട്ടാ. കോടതിയിലടക്കം തോറ്റു തൊപ്പിയിടുമെന്ന് ഉറപ്പായപ്പോ സ്വാധീനിക്കാനുള്ള പുതിയ അടവ്. നന്ദനങ്കിളിനെ താൻ ഇത്രയും കാലം പറ്റിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല അഭിനയം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലെങ്കില്. പക്ഷേ ക്ഷണിക്കുന്നതും കാത്തിരുന്ന ചില സത്യങ്ങള് അങ്കിളിനെ അറിയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ വന്നത്. നിന്റെ അച്ഛനും വന്നിരുന്നു, ചില സത്യങ്ങൾ പറയാനും ഒത്തുതീർപ്പിനുള്ള അപേക്ഷയുമായിട്ടും. ഇറക്കി വിട്ടപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നാണല്ലോ, ഇനി ഒരാൾ ആ കുടുംബത്തിൽ നീ പടിയോട്ടിരുന്നു. അച്ഛനെ വിട്ട് സ്വാധീനിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ മകൻ ഇറങ്ങിത്തിരിച്ചതായിരിക്കും. എനിക്ക് അങ്കിളിനെ സ്വാധീനിക്കേണ്ട ഒരു കാര്യമില്ല, സ്വാധീനിച്ചിട്ട് ഒന്നും നേടാനുമില്ല. പക്ഷേ ഭാവിയില് നമ്മൾ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണെന്ന ബോധ്യം എനിക്കുണ്ട്. അന്ന് അങ്കിളിന് കുറ്റബോധം തോന്നാതിരിക്കാനായി നേരത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അനുക്കുട്ടി ആന്റിയോട് സത്യം പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഒറ്റയ്ക്ക് നടത്തിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്കത് ഒന്നിച്ച് സാധിച്ചെടുക്കാം. അയ്യടാ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എന്റെ കള്ളത്തരം എന്നെ കൊണ്ട് തന്നെ പുറത്തറിയിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. നടന്നത് തന്നെ. മോളുടെ മനസ്സ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും അതെന്നോട് പറയാൻ സൗകര്യപ്പെടില്ല എന്നല്ലേ? ഈ തള്ളക്ക് എന്നെ കുറിച്ച് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒളിഞ്ഞു നിന്നെങ്ങാനും എന്നെ നോക്കുന്നുണ്ടോ എന്തോ.
ആ മതിയോ? തിന്നാനും ഉറങ്ങാനും ഒക്കെ സമയാസമയത്ത് പറ്റും. മിണ്ടാനും അനങ്ങാനും വയ്യ. ഇങ്ങനെയുണ്ടൊരു അസുഖം. എത്ര നാളും കൂടെ ഇങ്ങനെ പോകുന്ന കാണാം. ഹലോ. ആ ഹലോ, ഞാനാ. ആ മനസ്സിലായി, പറഞ്ഞോ. അനു ഇല്ലേ അവിടെ? അതെന്ത് ചോദ്യ? അനങ്ങാൻ വയ്യാത്ത അനുകുട്ടി വേറെ എവിടെ പോവാനാ? ഞാനവൾക്ക് ഭക്ഷണം കൊടുത്തതേ ഉള്ളൂ. അവക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു മാറ്റവും ഇല്ല. ഇടയ്ക്ക് വന്ന് ആ പൂജ തല്ലിയും ചവിട്ടിയും പോവും. അതവിടെ ഇരുന്ന് ഇവള് മുഴുവൻ കൊള്ളും, അത്ര തന്നെ. എന്നാലും ജീവൻ അപകടമൊന്നും ഇല്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇക്കണക്കിന് പോയാ ജീവൻ അപകടത്തിലാവും, അതുറപ്പാ. ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. കോടതിയിൽ അപേക്ഷ കൊടുത്ത് കൂട്ടിക്കൊണ്ടു പോയതല്ലേ. എന്നാലും ഇവൾ അനുഭവിക്കുന്ന കാണുമ്പോ സങ്കടം തോന്നും. നന്ദേട്ടൻ കൊണ്ടുപോകാൻ നോക്കിയിട്ട് പോലും അർജുൻ സമ്മതിച്ചില്ല. ആ, ഞാൻ അത് പറയാൻ കൂടിയാ വിളിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥയില് അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുന്നത് ആപത്താ. അവിടെയുള്ളപ്പം അനുവിന്റെ ജീവന് കോടതിയുടെ സുരക്ഷയുണ്ട്. പുറത്തുപോയാൽ അതുണ്ടായെന്ന് വരില്ല. നന്ദേട്ടൻ ചിലപ്പോ കോടതി മുഖേന അവളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിയേക്കും. പക്ഷെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ ഇവിടെ അവളെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പരമാവധി വിടാതിരിക്കാൻ ശ്രമിക്കണം. അത്ര ആയുസ് നീട്ടി കിട്ടുമല്ലോ. ഓ, അങ്ങനെയാണോ? ആ ശരി, ഞാൻ അമ്മയോട് പറയാം. അതെ, അവളുടെ ചെവിയിലൊന്ന് ഫോൺ വെച്ചു കൊടുക്കൂ. എന്തിനാ? അല്ല, വെറുതെ നമ്മളൊക്കെ പറയുന്ന അവർക്കൊന്നും കേൾക്കാമല്ലോ. ഒരു മെന്റൽ സപ്പോർട്ടിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നല്ലതല്ലേ? ആ അതെ അതെ, ഞാൻ ഇതുവരെയും അവളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ദേ, ഫോണിൽ നിന്റെ അങ്കിളാ. ഞാനേ നിന്റെ ആന്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആരൊക്കെ വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നീ ആ വീട്ടിൽ നിന്ന് പോകരുത്. പുറത്ത് സേനാപതി നിന്നെ തീർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ നല്ലത് ആ വീട്ടിൽ തന്നെ തങ്ങുന്നതാ. അവിടെ വന്ന് ആക്രമിക്കാൻ സേനാപതി ശ്രമിക്കില്ല. ആ അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇനി ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. അല്ല, ഇതൊക്കെ ശങ്കരേട്ടൻ നിന്നോട് പറയുന്നത് എന്തിനാ? ഈ അവസ്ഥയിൽ ആര് വിചാരിച്ചാലും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെന്തിനാ? ചിലപ്പോ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിക്കണമെന്ന് കരുതിയായിരിക്കും. പൊട്ടനാണ്. ഇവിടെ എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോ ഇയാളായിട്ടെല്ലാം പൊളിച്ചെടുക്കൂ. എന്തായാലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇവിടെ ആരും എന്റെ ജീവൻ എടുക്കില്ല. സേനാപതി എന്ത് ചെയ്യാനാ? അയാൾ അകത്തു പോകുന്നത് വരെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അർജുൻ, നിങ്ങൾ പറയുന്നത് പോലെ പ്രിയ കാണിക്കുന്നതൊക്കെ അഭിനയമാണെങ്കിലേ അവളുടെ വാ തുറപ്പിക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം.
ഇത്രയൊക്കെ തല്ലിയിട്ടും ഒരു അക്ഷരം മിണ്ടാത്തവളല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? എല്ലാവരുടെയും മുമ്പേ വെച്ച് എന്തായാലും അവള് വാ തുറക്കത്തില്ല. ചട്ടുകം പഴിപ്പിച്ചു വെച്ചാലോ? ബെസ്റ്റ്. എന്നിട്ട് വേണം കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ നന്ദനങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കാൻ. അവളെ ഇവിടുന്ന് മാറ്റുക മാത്രമല്ല കോടതി ചെയ്യുക, നമുക്കെതിരെ കേസ് കൊടുക്കും. എന്ത് ചെയ്താലും അവളുടെ ശരീരത്തിൽ അതിന്റെ അടയാളം കാണരുത്. കഴിഞ്ഞ തവണ പൂജ ചെയ്തു തന്നെ ഇത്തിരി കൂടുതലായിരുന്നു. നന്ദനങ്ങളുടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി കഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ അതിനു മുമ്പ് അവളുടെ കള്ളത്തരം പൊളിക്കാൻ കഴിയണം. അജുവേട്ടൻ പേടിക്കണ്ട, അവൾ ഈ നടന്നൊന്നും നന്ദനച്ചനോട് പറയില്ല. പഠിച്ച കള്ളിയല്ലേ. അവള് സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ അടുത്ത ഓപ്പറേഷൻ. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരുമാതിരി മുറകളൊന്നും അവളുടെ അടുത്ത് നടപ്പിലാവില്ല എന്നുള്ളത് ഉറപ്പാ. ഞാനൊരു കാര്യം പറയട്ടെ. അക്യൂപഞ്ചർ. അക്യൂപഞ്ചറോ? ആ, ചെറിയ സൂചി കൊണ്ട് ദേഹത്ത് കുത്തുന്ന ഏർപ്പാടില്ലേ, അത് ശരീരം മുഴുവൻ ചെന്നാ അവളല്ല അവളുടെ അമ്മുമ്മ വരെ എഴുന്നേറ്റോടും. വെറുതെ ഓരോന്ന് പറഞ്ഞ് പൂജയെ പ്രലോഭിപ്പിക്കില്ലേ. പ്രിയോടുള്ള ദേഷ്യത്തിന് ഇയാള് ചിലപ്പോ അതും ചെയ്തു കളയും. അവസാനം ഞാൻ കോടതിയിൽ സമാനം പറയേണ്ടി വരും. അജുവേട്ടൻ പറഞ്ഞത് ശരിയാ. എനിക്ക് അവളോട് തീരാത്ത പകയാ. എന്റെ മുഖത്ത് നോക്കി കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടതാന്നേ. അന്ന് അയ്യോ നിലവിളിച്ചത് ഞാനും കേട്ടതല്ലേ. ഇതെല്ലാം ആ സാക്ഷിയുടെ കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ അടവാ മോളെ. കൊലപാതകം നടന്ന ആ സമയത്ത് ബോധത്തോടെ ഇതെല്ലാം കണ്ടു നിന്നത് അവളാ. സത്യം അവൾക്കറിയാം. അതാരും ചോദിക്കാതിരിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി അവള് നമ്മളെ എല്ലാരെയും പറ്റിക്കുക. അതിന് അച്ഛമ്മയും കരുവാക്കുക. നിങ്ങളൊക്കെ എന്ത് കണ്ടു കേട്ടു എന്ന് പറഞ്ഞാലും അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് അവളെ നടത്തുകയും സംസാരിപ്പിക്കുകയും ചെയ്യാതെ അച്ഛമ്മ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ഈ വീടിനെ അങ്ങനെ പരിഹസിച്ച് ചിരിച്ചിട്ടേ അവൾ അങ്ങനെ എല്ലാരും പറ്റിച്ചു കഴിയാൻ പാടില്ല. നമുക്കിപ്പൊ തന്നെ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മ എന്ത് ചെയ്യാനാ പരിപാടി? ഇന്ന് അവളെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. നീ നോക്കിയോ. വാ മോളെ. അമ്മേ, നമ്മൾ ചെന്നിട്ട് കനകേച്ചി പറഞ്ഞതുപോലെ ഒരു അക്യൂപഞ്ചർ. അമ്മേ, വെറുതെ കളി കാര്യാക്കല്ലേ. ഇല്ലടാ, ഇത് മുറിവ് ഉണ്ടാക്കാത്ത ഒന്നാ. ഇത്തിരി പാടേ ഉണ്ടാവൂ. അത് കലാമിൻ ദോഷം പുരട്ടിയ അങ്ങ് പൊക്കോളും. ഇനി അഥവാ അണപ്പല്ല ഇളകിപ്പോയാ അത് ഈ ചികിത്സ കൊണ്ടല്ലെന്ന് നമുക്ക് പറയാം. ഇനി അവളെ അങ്ങനെ ജയിക്കാൻ വിട്ടൂടടാ. മോള് വന്നേ, വാ. അതെ, മാധുരിക്കുട്ടി ഉഷാറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കലക്കും. ഈശ്വര, എപ്പോഴാ കേറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 2 ഗുളിക എക്സ്ട്രാ കഴിച്ചേക്കാം. മടി ഉറപ്പാ.